അജ്മീറ സ്റ്റിച്ചിങ്ങിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഒരു ബേബി ബാസ്ക്കറ്റ് ഡെക്കറേഷൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് ഒരു ഓർഡർ വന്നത് തന്നെയാണ്, അല്ലാതെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടല്ല. ഒരു ബാസ്ക്കറ്റ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച്, അപ്പോൾ അങ്ങനെ ആണെന്ന് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വെൽവെറ്റ് തുണിയാണ് എന്നോട് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കളറും അവർ പറഞ്ഞിരുന്നു, അപ്പോൾ അതനുസരിച്ച് അവർ പറഞ്ഞ കളറ് തന്നെയാണ്. അതിനുവേണ്ടി നമുക്കിതുപോലെ കുറച്ച് സ്പോഞ്ച് വേണം കേട്ടോ. സ്പോഞ്ച് ക്ലോത്തും കിട്ടാനുണ്ട്. ഇത് കുറച്ച് തിക്നെസ്സോട് കൂടിയ സ്പോഞ്ചാണ്. പിന്നെ കുറച്ച് ലേസുകൾ വേണം കേട്ടോ. ലേസ് നമ്മുടെ കയ്യിൽ ഏതാണോ എൻ്റെ അടുത്ത്, ഇപ്പോൾ കുറച്ച് കൂടുതൽ ലേസ് ഉണ്ട്, അപ്പോൾ അതിന് യോജിച്ചൊരു കളർ എടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യണം നമുക്കിതിന്. അത്യാവശ്യം ഗ്ലൂ വേണം കേട്ടോ, കാരണം ഇത് ഞാൻ ഒട്ടിച്ചിട്ടാണ്, അല്ലാതെ ചിലർ തുന്നിക്കൊണ്ടും ബേബി ബാസ്ക്കറ്റ് ഡെക്കറേഷൻ ചെയ്യാറുണ്ട്, തുന്നിയെടുത്തിട്ട്. ഇതിപ്പോൾ ഞാൻ കൂടുതലായും ഗ്ലൂ ഗൺ ഉപയോഗിച്ചും അതുപോലെ 6000 ഗ്ലൂ വെച്ചുമാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കൊട്ടയുടെ ചുറ്റളവ് കാണണം, അതുപോലെ തന്നെ കൊട്ടയുടെ ഉയരം കാണണം. ഉയരം കാണുമ്പോൾ നമ്മളിതുപോലെ കുറച്ചുള്ളിലേക്ക് ഒരു 5-10 ഇഞ്ച് ഉള്ളിലോട്ടും കൂടിയുള്ള അളവ് എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ ഉയരം കാണുന്നത്. അളവിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ സ്പോഞ്ച് കട്ട് ചെയ്യണം, അതുപോലെ തന്നെ ക്ലോത്തും കട്ട് ചെയ്യണം. സ്പോഞ്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കി മാറ്റി വെക്കാം. എന്നിട്ട് കൊട്ടയുടെ ചുറ്റും സ്പോഞ്ചിനെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് തിക്നെസ് കൂടിയ സ്പോഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഒട്ടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് വളരെ വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനത് 4 വശവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിവശത്തേക്ക് അതൊന്ന് വളച്ചു വെച്ച് ഒട്ടിക്കണം. അതിന് നമുക്ക് ആ 4 കോർണറിലും ഓരോ കട്ടിങ് കൊടുത്തിട്ട് നമുക്കതിനെ ശരിക്ക് അടിവശത്തേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ കോർണറിൽ ഓരോ കട്ടിങ് കൊടുക്കണം. കത്രിക എടുത്ത് കട്ടിങ് കൊടുത്താൽ നമുക്കത്, അല്ലെങ്കിൽ അത് ഒരു ബലം ഉള്ളതുപോലെ നിൽക്കും. ആ കട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബലം ഒഴിവായി കിട്ടും. 4 കോർണറിലും കട്ട് ചെയ്ത് ഞാനതിനെ വളരെ വൃത്തിയായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെയുള്ള ബാസ്ക്കറ്റുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ബാസ്ക്കറ്റുകൾ ഡെക്കറേറ്റ് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നതാണ്. ശേഷം വെൽവെറ്റ് ക്ലോത്തും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൊട്ടയുടെ ചുറ്റളവും കൊട്ടയുടെ ഉയരവും നോക്കി അതിനനുസരിച്ച് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കൊട്ടയുടെ ഉയരത്തിനേക്കാൾ അല്പം കൂടുതൽ എടുക്കണം കേട്ടോ, കാരണം അതിൻ്റെ അടിവശത്തേക്കും കൊട്ടയുടെ ഉള്ളിലേക്കും തുണി വളച്ച് വെച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. ശേഷം ഞാൻ അതിൻ്റെ സൈഡിലൂടെ ഗ്ലൂ വെച്ചതിന് ശേഷം ആ തുണി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഗ്ലൂ ഗൺ അതല്ലെങ്കിൽ നല്ല ഹെവി ഗ്ലൂ തന്നെ വേണം കേട്ടോ, അല്ലാതെ അത് ഒട്ടി നിൽക്കില്ല. അപ്പോൾ ഗ്ലൂ ഗണ്ണാവുമ്പോഴും 6000 7000 പോലെയുള്ള ഗ്ലൂകളാണെങ്കിലും നമുക്കിത് നന്നായി ഒട്ടിച്ചെടുക്കാം. ഇനി അതിന് 2 കൈപ്പിടികളുണ്ട്, അതിലിതുപോലെ കോട്ടൺ തുണി വെച്ചൊന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ നീളത്തിൽ വെൽവെറ്റ് തുണി കട്ട് ചെയ്തെടുത്ത് ആ കൈപ്പിടിയുടെ അളവ് നമ്മൾ എത്രയെന്ന് നോക്കണം. ശേഷം അതുപോലെ നീളത്തിൽ വെച്ച് കൈത്തുന്ന് തുന്നിയിട്ടാണ് അതിനെ പിടിച്ചത്. പിന്നെ നമുക്ക് ഈ കൈപ്പിടി ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട്, അതായത് മെഷീനിൽ ആ തുണിയെ സ്റ്റിച്ച് ചെയ്ത് ആ കൈപ്പിടിയിലേക്ക് ഇറക്കി കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു കൊട്ടയാണ്, സാധാരണ പ്ലാസ്റ്റിക് കൊട്ടയല്ല. അത് കുറച്ച് വില കൂടുതലുള്ള ഒരു ഫൈബർ
ആയിട്ടുള്ള ഫൈബറാണ് കേട്ടോ ഈ കൊട്ട. നമ്മൾ സാധാരണ വാങ്ങുന്നതൊക്കെ ഇത്ര നല്ല ഒരു കൊട്ട കിട്ടാറില്ല. കൂടുതൽ അത് പ്ലാസ്റ്റിക്കാണ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ കൈപ്പിടി എനിക്ക് അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തുണി നീളത്തിൽ കട്ട് ചെയ്ത് കൈപ്പിടിയിൽ വെച്ച് സൂചിയും നൂലും എടുത്ത് കൈത്തുന്നാണ് ഞാനതിന് ചെയ്തു കൊടുത്തത്. അപ്പോൾ ഈ ഒരു വശത്ത് നമുക്ക് ഈ തുണി വെച്ച് റാപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അതിൻ്റെ അടപ്പ് അതിൽ അടഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് കൂടെ ലൈസ് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്, കുറച്ച് ഭാഗം. അപ്പോൾ അതിൻ്റെ 2 കൈപ്പിടിയിലും ഞാനിപ്പോൾ ക്ലോത്തുകൾ കൈത്തുന്ന് തുന്നി അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ലൈസുകളും അതുപോലെ 2 ബോ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കതിൻ്റെ ഡെക്കറേഷനിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇതാണ് ഞാൻ കൈത്തുന്ന് തുന്നിയിരിക്കുകയാണ് കേട്ടോ. ഇതിൽ കാണുന്നുണ്ട് കൈത്തുന്ന് തുന്നിയ ഭാഗം അടിവശത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഈ ലൈറ്റ് പിങ്കാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ഏരിയയിൽ കുറച്ച് ഭാഗത്ത് നമുക്ക് ആ ഒരു ലൈസ് നല്ല വൃത്തിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതുപോലെ മെഷീനിൽ ഇതുപോലെ 2 ബോകൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പിലും അതുപോലെ സൈഡിൽ നമുക്കൊരു ക്ലിപ്പ് പോലെ വരുന്നുണ്ട്. കൊട്ടയും അടപ്പും കൂടിയും നന്നായി അറ്റാച്ച് ചെയ്യുന്ന ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. അതിലാണ് ഒരു ബോ കൊടുത്തിട്ടുള്ളത്. മറ്റേതിൻ്റെ അടപ്പിൻ്റെ മുകളിലും അതുപോലെ കുറച്ച് സ്റ്റോണുകൾ എടുത്തിട്ട് അതും ഞാൻ വെറുതെ ആ ഒരു അടപ്പിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊട്ടയുടെ അടിവശത്തും ഒരു ലൈന് ആ ഒരു ലൈസ് കൊടുക്കാമെന്ന് കരുതി അതും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ വേറൊരു ചെറിയ ബാസ്ക്കറ്റ്, ഇതുപോലൊരു ചെറിയ ബാസ്ക്കറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2ൻ്റെയും ഒരു ലാസ്റ്റ് വ്യൂ ആണത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ